സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഓപ്പണിംഗ് സീന് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. പേടിക്കേണ്ട, ഇത് ലീക്കോ കാര്യങ്ങളൊന്നുമല്ല. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഓപ്പണിംഗ് ആയിട്ടുള്ള അതിൻ്റെ മൊത്തം 3 പേജസുള്ള ഏതാണ്ട് ഒരു സ്ക്രിപ്റ്റ് തന്നെ മാർവൽ തന്നെ ഒഫീഷ്യലി റിവീൽ ചെയ്തിരിക്കുകയാണ്. ഇത് പടത്തിൻ്റെ മാർക്കറ്റിങ്ങിനും പ്രൊമോഷനിലൊക്കെ വേണ്ടിയിട്ട് മാർവൽ തന്നെ ഒഫീഷ്യലി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഓപ്പണിംഗ് സീൻ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. ആ സ്ക്രിപ്റ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന തന്നെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മാർവൽ സ്റ്റുഡിയോസിൻ്റെ ലോഗോ ആണ്. പക്ഷേ ആ ലോഗോസിൽ നമ്മുടെ പീറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്ത പോലുള്ള കുറച്ച് മെമ്മറീസ് ഒക്കെ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ പീറ്റർ പാർക്കർ നോവേ ഹോമിൻ്റെ എൻഡിൽ ആ ഡോണറ്റ് ഷോപ്പിലേക്ക് എം ജെക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ലെറ്റർ വായിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ആ ലെറ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് പീറ്റർ പാർക്കർ, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാവില്ല, പക്ഷേ എനിക്ക് നിന്നോട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഭ്രാന്താണെന്നൊക്കെ തോന്നും, പക്ഷേ അതാണ് സത്യം. എനിക്കറിയാം നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുമെന്ന്. കാരണം ഞാൻ കള്ളം പറയുകയാണെങ്കിൽ അത് ആദ്യം മനസ്സിലാവുന്നത് നിനക്ക് തന്നെയാണ്. അതിനുശേഷം ആ കാര്യം ഷിഫ്റ്റായിട്ട് നമ്മുടെ പീറ്റർ പാർക്കർ ഇപ്പോൾ ഉള്ള അപ്പാർട്ട്മെൻറ്റാണ് കാണിക്കുന്നത്. നോവേ ഹോമിൻ്റെ എൻഡിൽ നമ്മുടെ പീറ്റർ പാർക്കർ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. ആ സെയിം അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്, പക്ഷേ നോവേ ഹോം കഴിഞ്ഞിട്ട് 9 മാസങ്ങൾക്ക് ശേഷമാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ പീറ്റർ അവിടെ ഇരുന്ന് പുള്ളിയുടെ ഡെസ്കിൽ ഇരുന്നിട്ട് പുള്ളിയുടെ വെബ് കാർട്ടിലേജസ് ഏതാണ്ട് ഒരെണ്ണത്തിൽ തന്നെ 4 വെബ് കാർട്ടിലേജസ് സ്റ്റോർ ചെയ്യുന്ന പോലെ പുള്ളി അത് പുതിയതായിട്ട് ഇപ്പോൾ പുള്ളിയുടെ രീതിക്ക് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായിരിക്കും നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന പുള്ളിയുടെ വെബ് കാർട്ടിലേജൊക്കെ കുറച്ച് വലുതായിട്ടുള്ള പോലെ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പീറ്റർ പാർക്കറിന് പെട്ടെന്ന് എന്തോ തലയൊക്കെ കുലുങ്ങുന്ന ഒരു തലവേദന പോലെ തോന്നുകയാണ്. പിന്നെ ആ സ്ക്രിപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ ഒരു കാര്യം പീറ്ററിൻ്റെ ലൈഫിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പക്ഷേ അത് നല്ലതിനായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ പീറ്റർ പാർക്കറും അത് വലിയ കാര്യമാക്കാതെ ജസ്റ്റ് ഒന്ന് തല കുലുക്കിയിട്ട് അത് ശരിയായെന്ന് വിചാരിക്കുകയാണ് ആ തലവേദന. പക്ഷേ അത് എന്തുകൊണ്ടെന്നാണെന്നൊക്കെ നമ്മൾ ട്രെയിലറിലും പിന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. കാരണം പുള്ളിയുടെ DNA മ്യൂട്ടേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണമായിരിക്കും പുള്ളിക്ക് വന്നിട്ടുണ്ടാവുക. ഫസ്റ്റ് അത് വന്നപ്പോൾ പുള്ളി അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. പിന്നെ നമ്മുടെ പീറ്റർ പാർക്കർ പുള്ളിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള AI ആയിട്ടുള്ള ഈവിനോട് പുള്ളിയുടെ ടാർഗറ്റിംഗ് കാലിബ്രേഷനെ കുറിച്ചുള്ള കുറച്ച് മാട്രിക്സ് ഒക്കെ ചോദിക്കുകയാണ്. ഇനി ഇതെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ ഒരു AI ഡെവലപ്പ് ചെയ്തായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ജെമിനൈ മെറ്റയൊക്കെ പോലെ തന്നെ നമ്മുടെ പീറ്റർ പാർക്കറും ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തായിരിക്കും. കാരണം കുറച്ച് ജീനിയസ് ആണല്ലോ പുള്ളി ഓൾറെഡി എന്തായാലും. പെട്ടെന്ന് തന്നെ നമ്മുടെ പീറ്റർ തൊട്ടടുത്തുള്ള ഒരു ഡ്രസ്സറിലേക്ക് പുള്ളിയുടെ മുഖം തിരിക്കുകയാണ്. കാരണം പുള്ളിയുടെ ഡ്രസ്സ് എങ്ങാനും വാശിയായിട്ടെന്ന് തോന്നുന്നു. അതായിരിക്കും നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ആ സീൻ. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നമ്മുടെ നെഡിൻ്റെ ആ ലെഗോ എംപറർ ഫിഗേഴ്സും അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അങ്ങനെ പീറ്റർ പാർക്കറും ഒരുമാതിരി സങ്കടത്തോടെ അതിൽ നോക്കിയിട്ട് പിന്നെ അവിടുന്ന് മാറ്റുകയാണ് മുഖം. എന്നിട്ട് പീറ്റർ നേരെ ഒരു കബോർഡിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് പീറ്ററിൻ്റെ ഫോണിൽ ഒരു പോപ്പ് അലേർട്ട് വരികയാണ്. കാരണം ഫ്ലവേഴ്സ് ഫോർ മേ എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ആൻമയുടെ കല്ലറയിൽ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ പുള്ളി ഒരു അലേർട്ട് സെറ്റ് ചെയ്തായിരിക്കണം. അങ്ങനെ നമ്മുടെ പീറ്റർ പാർക്കർ ആ കബോർഡ് മൊത്തം തപ്പാണ്, പുള്ളിക്ക് MJ കൊടുത്തിട്ടുള്ള ഒരു കോഫി കപ്പ് കിട്ടുന്നത് വരെ. അങ്ങനെ പുള്ളി അത് എടുക്കുകയാണ്. അങ്ങനെ പുള്ളി അവിടുന്ന് എന്തോ ഒരു സാധനം, പേപ്പർ പോലെ ഒരു സാധനം എടുക്കുകയാണ്. ആ പേപ്പർ വേറെ ഒന്നുമല്ല, പുള്ളി MJക്ക് കൊടുക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്ന ആ ലെറ്ററാണ്. അങ്ങനെ പുള്ളി ആ ലെറ്റർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന പുള്ളിയുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കേറ്റർ കീറിപ്പോയിട്ടുണ്ടായിരുന്ന പുള്ളിയുടെ ഷൂട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ റിപ്പയർ ചെയ്തെടുക്കുകയാണ്. അതായത് ഇപ്പോൾ 3D പ്രിൻ്റർ പോലത്തെ ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പീറ്റർ പാർക്കർ ആ ഷൂട്ടൊക്കെ പാച്ചപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളിക്ക് ഇപ്പോൾ ഈടുത്തില്ല, പുള്ളിയുടെ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ടെക്കില്ല, ഹാപ്പിയുടെ സംഭവങ്ങളൊന്നുമില്ല. സോ ഒക്കെ പുള്ളി ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അതിനുശേഷം വീണ്ടും ആ സ്ക്രിപ്റ്റിൽ നമ്മുടെ പീറ്റർ പുള്ളിയുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ പറയുന്ന പോലെയാണ് കാണിക്കുന്നത്. അതായത് ഈ വേൾഡിൽ തന്നെ മോശമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ അത് തടുക്കാൻ വേണ്ടി ഒരേ ഒരു വഴി എന്നെ എല്ലാവരും മറക്കുന്നതായിരുന്നു. അങ്ങനെ അപ്പോൾ തന്നെ പുള്ളിയുടെ ഫോണിൽ വീണ്ടും ഒരു അലേർട്ട് വരികയാണ്. അത് വേറെ ഒന്നല്ല, നമ്മുടെ നെഡിൻ്റെ പുതിയൊരു പോസ്റ്റാണ്. പുള്ളി സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ പുള്ളി ഫോൺ എടുത്തിട്ട് ആ വീഡിയോ നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ നെഡും ഫ്രഷ്മാൻ എൻജിനീയേഴ്സ് വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ട്രെയിലർ കണ്ടിട്ടുള്ള ആ വീഡിയോയും. അങ്ങനെ ആ വീഡിയോയിൽ നെഡ് നമ്മുടെ MJയുടെ എടുത്തിട്ട് ഫോൺ തിരിച്ചെങ്കിലും ഹാപ്പിയാണോ ചോദിച്ചതും നമ്മുടെ MJ അത്ര ഹാപ്പി അല്ലാത്ത പോലെ നിൽക്കുകയാണ്. അപ്പം നെഡും നീ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള പോലെ നിൽക്ക്, അല്ലെങ്കിൽ പ്രിറ്റൻഡെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കാനെങ്കിലും വേണ്ടി പുള്ളി പറയാണ്. അപ്പോൾ തന്നെ MJയും ചിലപ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കാന്നുള്ള ഒരു രീതിക്ക് നിൽക്കുവാണ്. അങ്ങനെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ പീറ്റർ പാർക്കറിന് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുള്ളി അവർക്ക് വേണ്ടി സന്തോഷിക്കുകയാണ്. കാരണം പുള്ളിയുടെ മനസ്സിൽ പുള്ളിക്കൊരു കാര്യമുണ്ട്, അതായത് പുള്ളി വെറും പീറ്റർ പാർക്കർ മാത്രമല്ല സ്പൈഡർമാനും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ താങ്ങിയേ പറ്റൂ. അങ്ങനെ നമ്മുടെ സ്പൈഡർമാനും ഒരു വലിയ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ പുള്ളി അവിടുന്ന് പറയാണ് കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഐ എം സ്പൈഡർമാൻ എന്ന്. അങ്ങനെ പുള്ളിയുടെ മാസ്ക് ഊരിയിട്ട് നെഡിൻ്റെ പുതിയ എന്തോ ഒരു അപ്ഡേറ്റ് നോക്കുകയാണ്. അപ്പോൾ തന്നെ പുള്ളിയുടെ വീണ്ടും ഒരു സ്ലോ ആയിട്ടുള്ള വോയിസ് ഓവർ നടക്കുകയാണ്. അതായത് ചില കാര്യങ്ങൾ സ്പൈഡർമാനായിട്ട് ചെയ്തേ പറ്റുള്ളൂ, അത് പീറ്റർ പാർക്കറിൻ്റെ ഹാർട്ട് തകർക്കുന്നതാണെങ്കിലും നമ്മുടെ സ്പൈഡർമാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴാണ് റിവീൽ ആവുന്നത് പുള്ളി അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് ആ ബിൽഡിങ്ങിൽ ഇരിക്കുന്നതെന്ന്. നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള ആ സംഭവം. അതിനുശേഷം വീണ്ടും നമ്മുടെ പീറ്റർ പാർക്കർ പുള്ളിയുടെ മനസ്സിൽ ആ ലെറ്ററിൻ്റെ ബാക്കി പറയുന്ന പോലെ പുള്ളി ആലോചിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ബാക്കിയായിട്ട് പുള്ളി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞാൻ നിനക്ക് പറയുകയോ വായിക്കുകയോ ചെയ്യത്തില്ലായിരിക്കും. ചിലപ്പോൾ ഇത് ഞാൻ എഴുതിയിരിക്കുന്ന തന്നെ ചിലപ്പോൾ എനിക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം അതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. കാരണം ചിലപ്പോൾ ഞാൻ ഇനി ഒറ്റയ്ക്കായിരിക്കും ജീവിക്കേണ്ടി വരുന്നത്. അതാണ് സത്യം എന്ന് പറയണം. പക്ഷേ ഏറ്റവും വലിയ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നിനക്കും എന്നെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. നിനക്കും എന്നെ ഇഷ്ടമാണ്, അതെനിക്കറിയാമെന്ന് പറയാണ്. അങ്ങനെ പുള്ളി ആ ബിൽഡിങ്ങിൻ്റെ എഡ്ജിലേക്ക് നടന്നു പോവാണ്. പെട്ടെന്ന് പോലീസിൻ്റെ എന്തോ ഒരു അലേർട്ട് വരികയാണ്, എന്തോ ഒരു ട്രബിൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ പീറ്റർ പാർക്കറും അങ്ങനെ നമ്മുടെ സ്പൈഡർമാനും പുള്ളിയുടെ മാസ്ക് വീണ്ടും തിരിച്ചിട്ടിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അങ്ങനെ പുള്ളി ആ ക്രൈം എന്താണോ അത് തടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പുള്ളി വലവിട്ട് അങ്ങ് പോവാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കുറച്ച് മോണ്ടേജാണ്. അതായത് നമ്മുടെ സ്പൈഡർമാൻ എങ്ങനെ ഈ ക്രൈംസ് തടുക്കുന്നു, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള നമ്മുടെ സ്പൈഡർമാനെ കുറിച്ചുള്ള ഒരു മോണ്ടേജ് പോലുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇതാണ് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഒഫീഷ്യലായിട്ട് ഓപ്പണിംഗ് സീനായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതെന്തായാലും ഒറിജിനലാണ്. കാരണം മാർവൽ തന്നെ ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഒന്ന് കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവന്മാർ ഇത്ര ധൈര്യത്തിൽ അതങ്ങ് റിവീൽ ചെയ്തത്. എന്തായാലും ഇതിൽ നമുക്ക് ഒരു കാര്യം മാത്രം ഉറപ്പാണ്. കാരണം നമ്മുടെ സ്പൈഡർമാൻ്റെ ആ ജീൻ മ്യൂട്ടേഷന് ഇതിലെന്തോ ഒരു വലിയ പ്ലാനുണ്ട്, വലിയൊരു റോളുണ്ട്. കാരണം ആദ്യം പുള്ളിക്ക് അത് വരുന്നുണ്ടെങ്കിലും പുള്ളി അത് വലിയ കാര്യമാക്കുന്നില്ല. പിന്നെയാണ് പുള്ളിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. പുള്ളി മാൻ സ്പൈഡർ പോലെ ഒന്നും ആവും തോന്നുന്നില്ല. പിന്നെ ഒരുപാട് തിയറീസൊക്കെ പറയുന്നുണ്ട്. അതായത് പുള്ളി ആ വല പൊളിച്ച് വരുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ബ്ലാക്ക് കളറുണ്ട്, അത് വെനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. വെനത്തിന് അത്ര പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊന്നും തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഓൾറെഡി ലീക്കായിട്ടുണ്ടായിരുന്ന കുറച്ച് പ്ലോട്ട് ലീക്കൊക്കെ അനുസരിച്ചിട്ട് സ്പൈഡർമാൻ മരിക്കുന്ന പോലെയും അതിൻ്റെ എൻഡിൽ വെനം വരുന്ന പോലെയൊക്കെയാണ്. ചിലപ്പോൾ മിക്കവാറും അത് അങ്ങനെ തന്നെയായിരിക്കും. സീക്രട്ട് വാർസിലായിരിക്കും വെനം വരാൻ ചാൻസ്. എന്തൊക്കെയാണെങ്കിലും അത് നമുക്ക് കണ്ടേനെ അറിയാം. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.